ഹായ് ഓൾ, ബാങ്ക് എക്സാം എഴുതുന്ന എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് SBI PO നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ SBI PO നോട്ടിഫിക്കേഷൻ എന്ന് വരും, നമുക്ക് എക്സാം എന്ന് പ്രതീക്ഷിക്കാം, അതുപോലെ ഇതിൻ്റെ സാലറി സ്ട്രക്ചർ എന്താണ്, ജോബ് നേച്ചർ എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ബാങ്ക് എക്സാം എഴുതുന്നതിൽ എല്ലാവരുടെയും ഡ്രീം എന്താണ്? നമ്മൾ ഏത് എക്സാമിന് പഠിച്ചാലും എല്ലാവരുടെയും ഡ്രീം എന്ന് പറയുന്നത് എന്താണ്? SBI PO ആവുക എന്നതായിരിക്കും ഡ്രീം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ സാലറിയിൽ എന്തൊക്കെയാണുള്ളത്, അതുപോലെ അലവൻസ് എന്തൊക്കെയാണ്, സിലബസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സാം എല്ലാ വർഷവും നമുക്കറിയാം SBI PO എല്ലാ വർഷവും വിളിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ വർഷം മുതൽ നമുക്കറിയാം SBI PO ആയിരിക്കും ആദ്യം, ബാങ്ക് എക്സാമിൽ ആദ്യം നടക്കുന്ന SBI PO ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് IBPS PO, പിന്നെ RRB PO, അതൊക്കെ പിന്നെ ആയിരിക്കും നടക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ SBI PO ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. നമ്മൾ നോക്കിയേ, ജൂൺ മിഡോടുകൂടി നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് മെയ് കഴിയാനായി. സോ ജൂൺ മിഡോടുകൂടി നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ജൂൺ മിഡിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ നമുക്ക് ഓഗസ്റ്റിലായിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പോൾ ഒരു 45 ദിവസമായിരിക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് എക്സാമിന് ആ ടൈമിലേക്ക് കിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തായാലും നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് വരുന്ന നോട്ടിഫിക്കേഷൻ ബാങ്ക് എക്സാമിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് SBI PO ആയിരിക്കാം. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ ഒരു 50 ദിവസം അത്ര മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ, അല്ലെങ്കിൽ 2 മാസം അത്ര മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നിങ്ങൾ പഠിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം അവിടെ നിങ്ങൾക്കൊരു 45 ദിവസം മാത്രമേ പിന്നെ കിട്ടും. അപ്പോൾ ജൂൺ ഒരു മിഡ് ആകുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. എന്നിട്ടോ ജൂണിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാമല്ലോ. പിന്നെന്താണ്, ഓഗസ്റ്റ് ആകുമ്പോൾ എക്സാം ആയിരിക്കും. പ്രിലിമിനറി എക്സാം ഓഗസ്റ്റ് ആയിരിക്കും. സെപ്റ്റംബർ ആകുമ്പോൾ നമ്മുടെ മെയിൻ എക്സാമും കൂടി ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ പഠിക്കാൻ തുടങ്ങുന്ന ഇപ്പോൾ SBI PO ഈ വർഷം തന്നെ ക്രാക്ക് ചെയ്യണം എന്നുള്ള ആൾക്കാർ ഓൾറെഡി പ്രിപ്പറേഷനൊക്കെ പോകുന്നുണ്ടാവും. മാക്സിമം ഇനിയുള്ള ടൈമിൽ മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്യുക. മാക്സിമം നിങ്ങൾക്കറിയാം ബാങ്ക് എക്സാം എങ്ങനെയാണ്, ഒരു ടൈമിൻ്റെ കളിയാണ്. അപ്പോൾ ആ ടൈമിനുള്ളിൽ നമ്മൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ക്രാക്ക് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ. മാക്സിമം നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അതായത് മാക്സിമം മോക്ക് ടെസ്റ്റ് എടുക്കുക, ടെസ്റ്റ് ചെയ്ത് നോക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ കളയാൻ സമയമില്ല. പിന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വേക്കൻസി എന്ന് പറയുന്നത് ഒരു 900-1000 വേക്കൻസിയാണ്. അതായത് നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷത്തെ വേക്കൻസി നോക്കിയാൽ 2019 ഒരു 2000 വേക്കൻസി, പിന്നെ ഇവിടെ 1600 വേക്കൻസി, 2000 വേക്കൻസി ഒക്കെ ആയിരുന്നു ഉണ്ടായത്. അപ്പോൾ കഴിഞ്ഞ വർഷം 25-ലാണെങ്കിൽ 541, 24-ലാണെങ്കിൽ 600 വേക്കൻസിയാണ്. അപ്പോൾ ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 900, 800, 900, 1000, ആ ഒരു 800 to 1000 റേഞ്ചിലാണ് നമ്മൾ ഈ വർഷം SBI PO വേക്കൻസി പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ജൂണിൽ നോട്ടിഫിക്കേഷൻ വരും. ജൂൺ മിഡോടുകൂടി നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓഗസ്റ്റിൽ എക്സാം ആയിരിക്കും. നമ്മൾ വേക്കൻസി പ്രതീക്ഷിക്കുന്നത് ഒരു 900, 1000 ആ റേഞ്ചിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാവരും എന്തുകൊണ്ടാണ് ബാങ്ക് എക്സാം എഴുതുന്ന എല്ലാവരുടെയും ഡ്രീമാണ് SBI. അതായത് RBI ഉണ്ട്. RBI ഗ്രേഡ് B എന്ന് പറയുന്നത് കുറച്ചും കൂടെ സിലബസ് മാറ്റമുള്ളതാണ്. ബാക്കി എല്ലാ എക്സാമിൻ്റെയും SBI PO ആയിക്കോട്ടെ, SBI ക്ലർക്ക്, അതുപോലെ IBPS PO, RRB PO, ഇതിൻ്റെയൊക്കെ സിലബസ് ഒരുപോലെയാണ്. RBI ആകുമ്പോൾ കുറച്ചും കൂടെ ലെവൽ മാറും. അപ്പോൾ ബാങ്ക് എക്സാം എഴുതുന്ന എല്ലാവരുടെയും ഒരു ഡ്രീം പോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് SBI PO ആണ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ സാലറി തന്നെയാണ്. ബാങ്ക് എക്സാമിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഏതിലാണ്? RBI മാറ്റി വെച്ചാൽ, നമുക്കറിയാം, RBI മാറ്റി വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന പോസ്റ്റ് ഏതാണ്? SBI PO ആണ്. നമുക്ക് സാലറി സ്ട്രക്ചറൊക്കെ നോക്കാം. SBI PO ആണ് വളരെ മികച്ചൊരു സാലറി സ്ട്രക്ചർ തന്നെയാണുള്ളത്. അപ്പോൾ സാലറീൻ്റെ കാര്യത്തിൽ ബാങ്ക് എക്സാമിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഏതാണ്? SBI PO ആണ്. അതുപോലെ റെപ്യൂട്ടേഷൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ ബാങ്ക് മാനേജർ എന്ന് പറയുമ്പോൾ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടല്ലോ. നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ നമ്മളൊരു ബാങ്ക് മാനേജർ, SBI PO എന്നൊക്കെ പറയുമ്പോൾ ആ കിട്ടുന്നൊരു റെപ്യൂട്ടേഷൻ. അപ്പോൾ അതും നമ്മളൊരു SBI ആക്കാൻ എല്ലാവരും ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. പിന്നെന്താ, പ്രൊമോഷൻ ആണെങ്കിലും ഫാസ്റ്ററാണ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊബേഷണറി ഓഫീസറായിട്ടാണ് കയറുന്നത്. പിന്നെ നമുക്കെന്താ പെട്ടെന്ന് നമുക്കെന്താ പ്രൊമോഷൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ജോബ് സെക്യൂരിറ്റി അറിയാമല്ലോ. RBI നാഷണലൈസ്ഡ് ഒരു ബാങ്കാണ്. സെൻട്രൽ ബാങ്ക്, ഇത് ഗവൺമെൻറ് ബാങ്കാണ്, PSU ആണ്, പബ്ലിക് സെക്ടർ ബാങ്കാണ്. അപ്പോൾ നമുക്കറിയാം ജോബ് സെക്യൂരിറ്റി അത്രയും ഉള്ള ഒരു സെക്ടറാണ് SBI എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പ്രൈവറ്റ് സെക്ടറിനെ അപേക്ഷിച്ച് ഇത് ഗവൺമെൻറ് സെക്ടറാണല്ലോ. അപ്പോൾ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് അത്രയും കൂടുതലുള്ള പോസ്റ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് SBI എന്ന് പറയുന്നത് അത്രയും മുന്നിൽ നിൽക്കുന്നത് ബാങ്ക് എക്സാമിൽ.
അതായത് ഏറ്റവും മികച്ച കാര്യം എന്താണ്? സാലറി തന്നെയാണ്. സാലറി ഏറ്റവും കൂടുതൽ നല്ലൊരു സാലറി IBPS POനേക്കാളും സാലറി കൂടുതലാണ് SBI POന്. ഇനി നമ്മൾ സാലറി നോക്കിയാൽ ഇതിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് നോക്കിയേ 56,480 ആണ് ബേസിക് പേ. അപ്പോൾ നിങ്ങൾക്കറിയാം ബേസിക് പേയ്മെൻറ്റിൻ്റെ കൂടെ നമുക്ക് DA ഉണ്ട്, പിന്നെ HRI ഉണ്ട്, അതുപോലെ ഒരുപാട് അലവൻസ് ഉണ്ട്. HRI ഉണ്ട്, പിന്നെ നമുക്ക് പെട്രോൾ അലവൻസ് ഉണ്ട്, പിന്നെ നമ്മളെ ബാക്കി ഒരുപാട് അലവൻസ് ഉണ്ട്. പെട്രോൾ അലവൻസ് ഉണ്ട്, പിന്നെ നമ്മൾ മെഡിക്കൽ അലവൻസ്, അങ്ങനെ ഒരുപാട്. പിന്നെ നമുക്ക് പത്രത്തിന്, ഫോണിന്, ഇതിനൊക്കെ പേയ്മെൻറ്റ് നമ്മുടെ ബാങ്കിൽ നിന്ന് സാലറീൻ്റെ കൂടെ എക്സ്ട്രാ വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് 98,000 ആയിരിക്കും ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. അവിടെ നമ്മളെ PFും അതുപോലെ പെൻഷൻ ഇത് കോൺട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് അതൊരു 12,000 ഏകദേശം ഒരു റേഞ്ചാണ് പറയുന്നത്. 12,000 ഡിഡക്ഷൻ കഴിഞ്ഞാൽ ഇൻ ഹാൻഡ് സാലറി ഒരു 80-85 റേഞ്ചാണ് നിങ്ങൾക്ക് PO ആയിട്ട് കയറുന്ന ഒരാൾക്ക് ഇൻ ഹാൻഡ് സാലറി കിട്ടുന്നത്. ഓക്കെ, മികച്ചൊരു സാലറി തന്നെയല്ലേ. അതായത് നമ്മൾ സ്റ്റാർട്ടിങ് നിങ്ങൾ ഇപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ ആളാണ് നിങ്ങൾ ഫസ്റ്റ് തന്നെ SBI PO ക്രാക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണ്? ഒരു 80-85 റേഞ്ചിലാണ് നിങ്ങൾക്ക് ഫസ്റ്റത്തെ സാലറി കിട്ടുന്നത്. അത്രയും നല്ലൊരു പോസ്റ്റാണ് SBI PO എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ ഇതാണ്. ഇനി നിങ്ങൾ ഇതിൻ്റെ ഡ്യൂട്ടി നോക്കിയാൽ, അപ്പോൾ സാലറീൻ്റെ കാര്യത്തിൽ നമുക്ക് ബാങ്ക് എക്സാമിൽ മികച്ച് നിൽക്കുന്നത് RBI ഗ്രേഡ് B കഴിഞ്ഞാൽ ഇതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിൻ്റെ ഡ്യൂട്ടി നോക്കിയാൽ എന്തൊക്കെയാണ് SBI POൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നിങ്ങൾ സാധാരണ ബാങ്ക് പോകുമ്പോൾ കാണുന്നതാണ് അവിടുത്തെ ഓഫീസർ, പ്രൊബേഷണറി ഓഫീസർ ഉണ്ടാവും. അവർ കസ്റ്റമർ സർവീസ്, സാധാരണ നമ്മൾ കസ്റ്റമറുമായിട്ട് ഡയറക്റ്റ് ഡീലിംഗ് ആണല്ലോ ബാങ്കിൽ. സോ കസ്റ്റമർ സർവീസ് ഉണ്ടാവും. അത് പിന്നെന്താണ് ക്രോസ് സീലിംഗ്, അതായത് പ്രൊമോട്ടിങ് ആൻഡ് ബാങ്കിൻ്റെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യണം. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. ക്യാഷ് മാനേജ്മെൻറ്റ് ഉണ്ടാവും, പിന്നെ അത് എല്ലാം കോർഡിനേറ്റ് ചെയ്യണം. പിന്നെ ലോൺ ബ്രാഞ്ച് ഓപ്പറേഷൻ ഓഡിറ്റ്. അപ്പോൾ സാധാരണ നിങ്ങൾ ബാങ്കിൽ പോയിട്ട് കാണുന്ന ഓപ്പറേഷൻസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുക, അതുപോലെ കസ്റ്റമർ സർവീസ് ചെയ്യുക, ഇതൊക്കെ ഒരു പ്രൊബേഷണറി ഓഫീസറിൻ്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആണ് ഡ്യൂട്ടിയിൽ വരുന്നത്, മെയിനായിട്ട് ഡ്യൂട്ടിയിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കിയാൽ ഈ എക്സാമിൻ്റെ എക്സാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയുന്നതായിരിക്കും. 3 സ്റ്റേജാണ് ഉള്ളത്. അതിൽ പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, പിന്നെ മൂന്നാമത്തെ ഒരു സ്റ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഇൻ്റർവ്യൂ ആണ് മൂന്നാമത്തെ സ്റ്റേജ്. അപ്പോൾ പ്രിലിമിനറി എക്സാം 100 മാർക്കിനാണ്. അത് 1 മണിക്കൂർ എക്സാം ആയിരിക്കും. 60 മിനിറ്റാണ് പ്രിലിമിനറി എക്സാം വരുന്നത്. പിന്നെ 250 മാർക്ക്. അപ്പോൾ അതിൽ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, നമുക്ക് essay റൈറ്റിംഗ് ഉണ്ട്, അതുപോലെ ഇപ്പോൾ മെയിൽ അതുപോലെ ലെറ്റർ അങ്ങനെയൊക്കെ എഴുതാനുള്ള ഒരു 30 മാർക്കിൻ്റെ 50 മാർക്കിൻ്റെ 30 മിനിറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ആ കാര്യങ്ങളും നമുക്ക് നോക്കാം എങ്ങനെയാണ് പാറ്റേൺ എന്നൊക്കെ. പിന്നെ ഇൻ്റർവ്യൂ GD ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ, അതുകൊണ്ട് 3rd സ്റ്റേജാണിത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 3 സ്റ്റേജ് വരുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നതാണ്. നമുക്ക് ഇവിടെ കൂടുതൽ ജനറൽ അവയർനെസ് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇതാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് 40 മാർക്ക് 40 ക്വസ്റ്റ്യൻ ആണ്. 40 മാർക്ക് 30 ക്വസ്റ്റ്യൻ 30 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, അതുപോലെ റീസണിങ് ആണെങ്കിൽ 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്. ഇതിന് ഓരോന്നിനും നോക്കിയാൽ 20 മിനിറ്റാണ്. ടോട്ടൽ 60 മിനിറ്റ്. ഓക്കെ, ആ കാര്യം ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്, പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി മെയിൻസിൻ്റെ പാറ്റേൺ നോക്കിയേ. റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 40 ആണ്. പിന്നെ ഇവിടെ നോക്കിയേ ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ DI ആണ് നമ്മുടെ SBI POന് കൂടുതൽ വരുന്നത്. മെയിൻസ് ആകുമ്പോൾ DI കൂടുതൽ വരും, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ വരും. പിന്നെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരിക. 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ വരുന്നത് സ്റ്റേജ് 1-ലല്ല, സ്റ്റേജ് 2-ലാണ്, പ്രിലിമിനറിയിലല്ല, മെയിൻസിനാണ് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഒക്കെ വരിക. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്. ഇതിന് ശേഷം അപ്പോൾ ഇത് ടോട്ടൽ 200 മാർക്കിനാണ്. 170 ക്വസ്റ്റ്യൻ 200 മാർക്കിനാണ്. അതിനുശേഷം നോക്കിയ ഒരു 50 മാർക്കിന് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി വെക്കുക. അത് 30 മിനിറ്റിനാണുള്ളത്. ബാക്കിയുള്ളത് 3 മണിക്കൂറാണ്. ഇത് 30 മിനിറ്റിനാണുള്ളത്. അങ്ങനെ ടോട്ടൽ 250-ലാണ് മാർക്ക് വരുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ SBI PO ഡ്രീം ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ, പക്ഷേ ഇനി കുറച്ച് നമ്മൾ ബൂസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ്. കാരണം ജൂണിൽ, അതായത് നമ്മുടെ ഇനി നമ്മളൊരു 2 ആഴ്ചക്കുള്ളിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരാം. അതിനുശേഷം ഓഗസ്റ്റിലാണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പോൾ ആ ഒരു ഇനിയുള്ള ഒരു 60 ദിവസം, 2 മാസം, ഇനിയുള്ള ജൂൺ ജൂലൈ ആ 2 മാസം നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. നിങ്ങൾ ആ ഒരു എക്സാമിന് കയറുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കണം അത്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം. വെറുതെ എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് വിട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, മോക്ക് ടെസ്റ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് പറയാനുള്ളത്. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് എടുക്കുക, മോക്ക് ടെസ്റ്റ് എടുക്കുക.
ഇനി നമ്മുടെ മുന്നിൽ കളയാൻ സമയമില്ല, 2 മാസം കൂടി മാത്രം. പിന്നെ അപ്പോൾ നിങ്ങൾക്കിനി മെയിൻസിന് പഠിക്കണമെങ്കിൽ, അതായത് മെയിൻസിൻ്റെ കൂടെ തന്നെ പ്രിലിംസും കവർ ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾക്കൊരു റിവിഷനും, അതായത് മെയിൻസ് ബൂസ്റ്റർ, പ്രിലിംസ് അറിയാം നിങ്ങൾക്ക്, അതുപോലെ മെയിൻസും കൂടെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നമ്മുടെ മെയിൻസ് ബൂസ്റ്റർ ബാച്ച് എപ്പോഴാണ് നമുക്ക് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. 24 ജൂണിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ നന്നായിട്ട് പഠിക്കുക, ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് കളയാൻ സമയമില്ല, എക്സാം എടുത്തു. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ബാങ്ക് എക്സാമിൽ ഈ വർഷത്തെ ആദ്യത്തെ എന്താ വരുന്നത്, നമുക്ക് SBI PO ആണ്. അപ്പോൾ അതിന് നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ നോക്കുക. SBI PO ക്രാക്ക് ചെയ്താൽ പിന്നെന്താ, നിങ്ങളത് കിട്ടുന്ന ഉറപ്പായ, മറ്റേതൊക്കെ പിന്നെ എന്താ ടെൻഷനില്ലാണ്ട് പോയിട്ട് നിങ്ങൾക്ക് എഴുതിയിട്ട് വരാം. SBI PO കിട്ടിയാൽ ഏതാണ്, നമ്മൾ SBI PO തന്നെയല്ലേ ചൂസ് ചെയ്യുക. സോ അപ്പോൾ മാക്സിമം പഠിക്കുക, ഇനി നമ്മുടെ മുന്നിൽ സമയമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.